ഫലപ്രദമായ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. പ്രധാന വാർത്ത. സ്കൂൾ കലോത്സവ റിപ്പോർട്ടിങ്ങിനിടെ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിൽ റിപ്പോർട്ടർ ചാനലിനെതിരെ പോക്സോ കേസ്. റിപ്പോർട്ടർ ചാനലിലെ അവതാരകൻ അരുൺകുമാറിനെ ഒന്നാം പ്രതിയാക്കിയാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, നമ്മളടക്കം അവിടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറിയത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒന്നാം പ്രതിയാക്കി അരുൺകുമാറിനെ, ചാനൽ അവതാരകൻ അരുൺകുമാറിനെ ഒന്നാം പ്രതിയാക്കിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. മറ്റാരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ട പ്രതികൾ? കാലദേശം വനിതാ ശിശു വികസന ഡയറക്ടർ DGPക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതിയാണ് പോലീസ് ആസ്ഥാനം കഴിഞ്ഞ ദിവസം കന്റോൺമെന്റ് പോലീസിന് കൈമാറിയത്. തുടർന്നാണ് കന്റോൺമെന്റ് പോലീസ് ഇന്നലെ വൈകുന്നേരമാണ് ഈ അരുൺകുമാറിനെതിരെ കേസെടുത്തിരിക്കുന്നത്. റിപ്പോർട്ടർ ചാനലിന്റെ കൺസൾട്ടിംഗ് എഡിറ്ററായിട്ടുള്ള അരുൺകുമാറിന് ഒന്നാം പ്രതി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയുടെ ആത്മാഭിമാനത്തെ കളങ്കപ്പെടുത്തി എന്നാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസിൽ രണ്ടാം പ്രതിയായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഷഹബാസിനെ രണ്ടാം പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന ഒരാളെ മൂന്നാം പ്രതിയാക്കിയും കേസെടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ 3 ആളുകൾക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ നേരത്തെ തന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിപ്പോർട്ടിംഗുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലിനെതിരെ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു. കലോത്സവ റിപ്പോർട്ടിംഗ് ദ്വയാർത്ഥ പ്രയോഗം ഉപയോഗിച്ചു എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു കേസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട ഈ വാർത്താ അവതരണത്തിലടക്കം തന്നെ അരുൺകുമാർ അടക്കം തന്നെ ഈ ദ്വയാർത്ഥ പ്രയോഗം ഉപയോഗിച്ചു എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു ഈ സ്വമേധയായിരുന്നു ബാലാവകാശ കമ്മീഷൻ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ഒപ്പനയിൽ പങ്കെടുത്ത ഒരു മണവാട്ടിയോട് ഇത്തരത്തിൽ ഈ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അടക്കം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഈ വീഡിയോ എല്ലാം തന്നെ കണ്ടതിന് ശേഷമായിരുന്നു ബാലാവകാശ കമ്മീഷൻ അടക്കം സ്വമേധയാ കേസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ റിപ്പോർട്ടർ ചാനലിൽ ഈ ഷാബാസ് ആയിരുന്നു ആ റിപ്പോർട്ടിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഷാബാസിംഗ് ഈ മകളോട് നടത്തിയ സംഭാഷണത്തിലാണ് ഈ ദ്വയാർത്ഥ പ്രയോഗമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് പിറ്റേ ദിവസമുള്ള റിപ്പോർട്ടർ ചാനലിന്റെ തന്നെ മോർണിംഗ് ഷോയിൽ ഡോക്ടർ അരുൺകുമാറും ഇത്തരത്തിൽ ഈ മണവാട്ടിയെക്കുറിച്ച് സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മണവാട്ടിയെക്കുറിച്ച് സംസാരിക്കുന്നതും ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഈ വീഡിയോ അടക്കം തന്നെ കണ്ടതിന് ശേഷമാണ് ബാലാവകാശ കമ്മീഷൻ ഈ റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറിനെതിരെ അടക്കം സ്വമേധയാ കേസെടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ കന്റോൺമെന്റ് പോലീസും എന്തായാലും കേസെടുത്തിരിക്കുകയാണ്. റിപ്പോർട്ടർ ചാനലിന്റെ കൺസൾട്ടിംഗ് എഡിറ്റർ ആയിട്ടുള്ള അരുൺകുമാറിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കേസിൽ രണ്ടാം പ്രതിയായിരിക്കുന്നത് ഷാബാസ് ആണ്. അതായത് വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകനായിട്ടുള്ള ഷാബാസ് ആണ് കേസിൽ രണ്ടാം പ്രതിയായിട്ടുള്ളത്. മൂന്നാം പ്രതിയായിട്ടുള്ളത് ഈ കണ്ടാൽ അറിയാവുന്ന ഒരാളെ പ്രതി ചേർത്തുകൊണ്ടാണ് മൂന്നാം പ്രതിയെ ആക്കിയിരിക്കുന്നത്. ഈ പ്രായപൂർത്തിയാക്കാത്ത വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ ആത്മാഭിമാനത്തെ കളങ്കപ്പെടുത്തിയെന്നാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കാളിദാസ്, എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇനി മറ്റ് നടപടികൾ കൂടി എളുപ്പത്തിൽ സ്വീകരിക്കും അധികൃതർ എന്നുകൂടി നമുക്കറിയാൻ സാധിക്കുന്നു. എപ്പോഴത്തേക്കാണ് ഇവരോടെല്ലാം അല്ലെങ്കിൽ ഇപ്പോൾ പ്രതി ചേർത്തവരോടൊക്കെ ഹാജരാകാൻ പറഞ്ഞത്? എങ്ങനെയാണ് ഇനി തുടർന്നുള്ള നടപടികൾ ഉണ്ടാവുക? കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. മറ്റു നടപടിക്രമങ്ങളൊക്കെ തന്നെ ഈ വൈകാതെ തന്നെ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നേരത്തെ തന്നെ ഈ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സമൂഹ മാധ്യമങ്ങളിലാണെങ്കിലും വിവിധ മാധ്യമ പ്രവർത്തകരാണെങ്കിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കലോത്സവ റിപ്പോർട്ടിങ്ങിൽ ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികളോട് ഈ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങൾക്ക് ഈ റിപ്പോർട്ടർ ചാനൽ അടക്കം തന്നെ സാക്ഷ്യം വഹിക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. കൂടാതെ തന്നെ ഈ വിവിധ തരത്തിലുള്ള അല്ലെങ്കിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകരടക്കം തന്നെ ഇതിന് വിമർശനവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു ഈ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസ് എടുത്തിട്ടുണ്ടായിരുന്നത്. റിപ്പോർട്ടർ ചാനലിനെതിരെ ഡോക്ടർ അരുൺകുമാറിനെതിരെയും ഈ സ്വമേധയാ കേസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ വഴിക്ക് പോകവെയാണ്. കൂടാതെ തന്നെ റിപ്പോർട്ടർ ചാനലിനോടടക്കം തന്നെ റിപ്പോർട്ട് തേടുന്ന ഒരു സാഹചര്യം അടക്കം തന്നെ ഉണ്ടായിരുന്നു. ഇത്
സംബന്ധിച്ച് ചാനൽ മേധാവിയിൽ നിന്നും തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയിൽ നിന്നും അടക്കം ഈ ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിരുന്നു. ആ റിപ്പോർട്ടെല്ലാം തന്നെ നൽകേണ്ട അല്ലെങ്കിൽ ആ കേസ് എടുക്കാൻ ആസ്പദമായ വീഡിയോ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ ഈ പ്രചരിച്ച ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ കാണിച്ചുകൊണ്ടായിരുന്നു ഒരു റിപ്പോർട്ട് ഈ ബാലാവകാശ കമ്മീഷൻ തേടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിന്റെ റിപ്പോർട്ട് ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കന്റോൺമെന്റ് പോലീസ് ആണെങ്കിലും ഇവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് കേസ് എടുത്തിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ പോലീസ് മറ്റു നടപടിക്രമങ്ങളെല്ലാം തന്നെ ആരംഭിക്കും. ആദ്യം ചാനലിനും കൂടാതെ തന്നെ ഈ അരുൺകുമാർ, ഷാബാസ് ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് അടക്കം തന്നെ നോട്ടീസ് നൽകും. ഈ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനുള്ള നോട്ടീസ് നൽകും. കൂടാതെ അത്തരത്തിൽ ആ നോട്ടീസ് നൽകിയതിനു ശേഷം മറ്റുമായിരിക്കും ഈ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എന്തായാലും പോലീസ് കടക്കുക. വൈകാതെ തന്നെ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലടക്കം കടക്കുമെന്നാണ് അല്ലെങ്കിൽ കടക്കും കാളിദാസ്. അതെ, അതങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ ആ ഒരു നടപടികളിലേക്കൊക്കെ കടക്കും. ഇപ്പോൾ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. പോക്സോ കേസാണ് ഇപ്പോൾ നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. റിപ്പോർട്ടിങ്ങിനിടെ ദ്വയാർത്ഥ പ്രയോഗത്തിലാണ് ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ദ്വയാർത്ഥ പ്രയോഗം നടത്തിയ പലവരുടെയും ഗതി എന്താണെന്നുള്ളത് നമുക്കറിയാം, അല്ലെങ്കിൽ അവർ നേരിട്ടത് എന്താണെന്നുള്ളത് നമുക്കറിയാം. എത്തരത്തിലായിരിക്കും ഈ ഒരു കേസിൻ്റെ നടപടിക്രമങ്ങളെല്ലാം ഇനി വരാനിരിക്കുന്നത് എന്നൊക്കെ നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. തിരുവനന്തപുരത്തു നിന്നും വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. കേരള വിഷൻ ന്യൂസിന്റെ തത്സമയ വാർത്തകൾ നിങ്ങൾക്ക് ഇതോടൊപ്പം ഞങ്ങളുടെ യൂട്യൂബ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളും തത്സമയം കാണാം.